ഇന്ന് നമ്മൾ നോക്കുന്നത് കോശം എന്ന പാർട്ടിൽ വന്ന സെക്കൻഡ് ക്ലാസ്സാണ്. PSC ബുള്ളറ്റിൻ്റെ സെക്കൻഡ് ക്ലാസ്സാണ്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരുന്നു. അത് നമുക്ക് ആദ്യം കുറച്ചൊന്ന് റിവൈസ് ചെയ്തിട്ട് സെക്കൻഡ് പാർട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ആദ്യം പഠിച്ചത് ആനിമൽ സെല്ലിലെയും പ്ലാന്റ് സെല്ലിലെയും കുറച്ച് പാർട്സാണ്. അപ്പോൾ ആനിമൽ സെല്ലിലും പ്ലാന്റ് സെല്ലിലും ഉള്ള കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്സ് ഉണ്ട്. അതായത് പ്ലാന്റ് സെല്ലിൽ മാത്രം കാണപ്പെടുന്ന പാർട്സാണ് സെൽ വോള്, വാക്യൂള്, ക്ലോറോപ്ലാസ്റ്റ്, പ്ലാസ്മോഡസ്മ. പിന്നെ ആനിമൽ സെല്ലിൽ മാത്രം കാണപ്പെടുന്നതാണ് സിലിയം, സെൻട്രോസോമ്, സെൻട്രിയോള്. പിന്നെ പഠിച്ചത് കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. കോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ റോബർട്ട് ഹുക്കാണ്. ജീവനുള്ള കോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആൻറ്റൺ വാൻ ലീവൻഹുക്ക്. പിന്നെ സസ്യകോശം കണ്ടുപിടിച്ചത് MJ സ്ലീഡൻ. ജന്തുകോശം കണ്ടുപിടിച്ചത് തിയോഡർ ഷ്വാൻ. MJ സ്ലീഡനും തിയോഡർ ഷ്വാനും കൂടിയാണ് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. കോശ സിദ്ധാന്തം പുനരാവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ്റെ പേരാണ് റുഡോൾഫ് വിർഷോ. പിന്നെ വ്യക്തമായി മർമ്മമില്ലാത്ത കോശങ്ങളാണ് യൂക്യാരിയോട്ടുകൾ. യൂക്യാരിയോട്ടിന് ഉദാഹരണമാണ് വ്യക്തമായി മർമ്മം ഇല്ലാത്ത കോശങ്ങൾ പ്രോക്യാരിയോട്ടുകളാണ്. പ്രോക്യാരിയോട്ടിന് ഉദാഹരണമാണ് ബാക്ടീരിയ. അപ്പോൾ പ്രോക്യാരിയോട്ടിക് കിങ്ഡം എന്നറിയപ്പെടുന്നത് കിങ്ഡം മൊണീറിയാണ്. പിന്നെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ്റെ പേര് റോബർട്ട് ബ്രൗൺ ആണ്. പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയയാണ്. മൈറ്റോകോൺട്രിയയുടെ ആന്തരസ്ഥലങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഭാഗമാണ് ക്രിസ്റ്റൽ. ഓക്കെ, ഇനി നമുക്ക് പുതിയതിൽ വന്ന കുറച്ച് പോയിന്റ്സ് നോക്കാം. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന കോശാംഗം അന്തർദ്രവ്യ ജാലിക അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പോൾ നമ്മൾ പാർട്സ് പഠിച്ചപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, 2 ടൈപ്പ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. ആനിമൽ സെല്ലിലും പ്ലാന്റ് സെല്ലിലും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. ഏതൊക്കെയാണ്? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. അപ്പോൾ കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന കോശാംഗമാണ് അന്തർദ്രവ്യ ജാലിക അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ എമിലിയോ വെറാറ്റി 1902 കണ്ടുപിടിച്ചത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് എമിലിയോ വെറാറ്റി. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് വീണ്ടും കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ കീത്ത് ജോർജ് പോർട്ടർ പാലഡ്. 1950കളിലാണ് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് വീണ്ടും കണ്ടെത്തിയത്. ആരൊക്കെയാണ്? കീത്ത് ജോർജ് പോർട്ടർ പാലഡ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഇരുസ്തരങ്ങൾക്കുമിടയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് എൻഡോപ്ലാസ്മിക് മെട്രിക്സ്. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് ഉള്ളിലുള്ള ദ്രാവകമാണ് എൻഡോപ്ലാസ്മിക് മെട്രിക്സ്. കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പോൾ കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നതും കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നതും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. റൈബോസോം കാണപ്പെടുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. റൈബോസോം കാണപ്പെടുന്ന എവിടെയാണ്? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ. റൈബോസോം ഇല്ലാത്ത എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. 2 ടൈപ്പ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതിൽ റൈബോസോം കാണപ്പെടുന്നത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ്. ഫോസ്ഫോലിപ്പിഡുകൾ, സ്റ്റിറോയിഡുകൾ എന്നിവയുടെ ഉൽപ്പാദനത്തിനും ധാന്യക ഉപാപചയത്തിനും വിഷവസ്തുക്കളുടെ നിർമ്മാർജ്ജനത്തിനും സഹായിക്കുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പോൾ റൈബോസോം കാണപ്പെടുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. ഫോസ്ഫോലിപ്പിഡുകൾ, സ്റ്റിറോയിഡുകൾ എന്നിവയുടെ ഉൽപ്പാദനത്തിനും ധാന്യക ഉപാപചയത്തിനും വിഷവസ്തുക്കളുടെ നിർമ്മാർജ്ജനത്തിനും സഹായിക്കുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഗ്രാനുലാർ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നറിയപ്പെടുന്നത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. മാംസ്യ നിർമ്മാണത്തിന് സഹായിക്കുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് ഗ്രാനുലാർ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഗ്രാനുലാർ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നറിയപ്പെടുന്നത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പോൾ ഗ്രാനുലാർ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഗ്രാനുലാർ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. രേഖാശൂന്യ പേശികളിലും രേഖാങ്കിത പേശികളിലും കാണപ്പെടുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അപ്പോൾ നമ്മൾ പഠിച്ച 2 എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് റഫ് ആൻഡ് സ്മൂത്ത്. അതിൽ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ വരുന്ന പാർട്ട് തന്നെയാണ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. പേശികൾക്ക് ആവശ്യമായ പ്രവർത്തനത്തിന് കാൽസ്യം അയോണുകൾ പ്രദാനം ചെയ്യുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. പേശികൾക്ക് ആവശ്യമായ പ്രവർത്തനത്തിന് കാൽസ്യം അയോണുകൾ പ്രദാനം ചെയ്യുന്നത് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം.
കോശദ്രവ്യത്തിൽ ചിതറിക്കിടക്കുകയോ അന്തർദ്രവ്യ ജാലികയോട് പറ്റിച്ചേർന്ന് നിൽക്കുകയോ ചെയ്യുന്ന ഗോളാകൃതിയിലുള്ള കോശാംഗങ്ങളാണ് റൈബോസോമുകൾ. കോശദ്രവ്യത്തിൽ ചിതറിക്കിടക്കുകയോ അന്തർദ്രവ്യ ജാലികയോട് പറ്റിച്ചേർന്ന് നിൽക്കുകയോ ചെയ്യുന്ന ഗോളാകൃതിയിലുള്ള കോശാംഗങ്ങളാണ് റൈബോസോമുകൾ. കോശത്തിലെ പ്രോട്ടീൻ ഉൽപ്പാദകർ എന്നറിയപ്പെടുന്നത് റൈബോസോമുകളാണ്. സസ്യകോശങ്ങളിൽ റൈബോസോമുകൾക്ക് സമാനമായ കണങ്ങളെ ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ റോബിൻസൺ ബ്രൗൺ. സസ്യകോശങ്ങളിൽ റൈബോസോമുകൾക്ക് സമാനമായ കണങ്ങളെ ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരാണ് റോബിൻസണും ബ്രൗൺ. യൂക്യാരിയോട്ട് കോശങ്ങളിൽ റൈബോസോമുകളെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജോർജ് പലാഡ്. അപ്പോൾ യൂക്യാരിയോട്ട് കോശങ്ങൾ എന്തായിരുന്നു? വ്യക്തമായി മർമ്മമുള്ള കോശങ്ങളാണ് യൂക്യാരിയോട്ട് കോശങ്ങൾ. അതിൽ റൈബോസോമുകളെ കണ്ടെത്തിയത് ജോർജ് പലാഡയാണ്. കോശത്തിലെ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്നത് റൈബോസോമുകൾ. കോശത്തിലെ പ്രോട്ടീൻ ഉൽപ്പാദകർ നമ്മൾ പഠിച്ചിരുന്നു, അത് റൈബോസോമുകളാണ്. റൈബോസോമുകൾ ഉണ്ടാകുന്നത് ന്യൂക്ലിയസിലെ ന്യൂക്ലിയോലസിൽ നിന്നാണ്. ന്യൂക്ലിയസിൽ എന്താണ് മധ്യഭാഗത്തുള്ള ഭാഗമാണ് ന്യൂക്ലിയോലസ്, അതിൽ നിന്നാണ് റൈബോസോമുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ കോശത്തിൻ്റെ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്നതാണ് റൈബോസോമുകൾ. ഈ റൈബോസോമുകൾ കാണപ്പെടുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എവിടെയാണ്? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ് റൈബോസോം കാണപ്പെടുന്നത്. കോശത്തിൽ റൈബോസോമിൻ്റെ ധർമ്മം എന്താണ്? മാംസ്യ സംശ്ലേഷണം. റൈബോസോമിൻ്റെ ധർമ്മം മാംസ്യ സംശ്ലേഷണം. നിരവധി അറകളും സമാന്തര രീതിയിലുള്ള പരന്ന സ്ഥലത്താൽ പൊതിഞ്ഞ വെസിക്കിളുകളും കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ഗോൾഗി ബോഡീസ്. നിരവധി അറകളും സമാന്തര രീതിയിലുള്ള പരന്ന സ്ഥലത്താൽ പൊതിഞ്ഞ വെസിക്കിളുകളും കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ഗോൾഗി ബോഡീസ്. കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾഗി ബോഡീസ് ആണ്. കോശത്തിലെ പ്രോട്ടീൻ ഫാക്ടറിയാണ് റൈബോസോം. ഇത് കോശത്തിലെ ട്രാഫിക് പോലീസ് ആണ് ഗോൾഗി ബോഡീസ്. ഗോൾഗി ബോഡീസ് കണ്ടെത്തിയത് കമിലോ ഗോൾഗി. ഗോൾഗി ബോഡീസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് കമിലോ ഗോൾഗി. 1898 നരമ്പ് കോശങ്ങളിലാണ് കമിലോ ഗോൾഗി ബോഡീസ് കണ്ടെത്തിയത്. അപ്പോൾ കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഗോൾഗി ബോഡീസ്. കോശത്തിലെ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്നത് റൈബോസോമാണ്. സസ്യങ്ങളിലെയും താഴ്ന്ന പടിയിലുള്ള ജന്തുക്കളിലെയും ഗോൾഗി വസ്തുക്കൾ അറിയപ്പെടുന്നത് ഡിക്റ്റിയോസോം. അപ്പോൾ സസ്യങ്ങളിൽ കാണപ്പെടുന്ന ഗോൾഗി വസ്തുക്കൾ അറിയപ്പെടുന്നത് ഡിക്റ്റിയോസോം എന്നാണ്. അടുത്തത് DJ മോറിൻ്റെ വർഗീകരണം അനുസരിച്ച് ഗോൾഗി യൂണിറ്റിൻ്റെ ഏറ്റവും ലഘുവായ ഭാഗമാണ് സിസ്റ്റർനെ. അപ്പോൾ സിസ്റ്റർനെ എന്ന് പറയുന്നത് ഗോൾഗി ബോഡീസിൻ്റെ ലഘുവായ ഭാഗമാണ്. അതാരാണ് വർഗീകരിച്ചത്? DJ മോർ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ്റെ വർഗീകരണം അനുസരിച്ചിട്ടാണ് ഗോൾഗി യൂണിറ്റിൻ്റെ ഏറ്റവും ലഘുവായ ഭാഗം സിസ്റ്റർനെ. ഗോൾഗി ബോഡിയുടെ ഉൾഭാഗത്ത് കാണപ്പെടുന്ന സഞ്ചികൾ പോലുള്ള ഭാഗമാണ് സിസ്റ്റർനെ. ഗോൾഗി ബോഡിയുടെ ഉൾഭാഗത്ത് കാണപ്പെടുന്ന സഞ്ചികൾ പോലുള്ള ഭാഗമാണ് സിസ്റ്റർനെ. നിരവധി സിസ്റ്റർനുകൾ ഒന്നിച്ചടുക്കിയതുപോലെ കാണപ്പെടുന്ന ഭാഗമാണ് സിസ്റ്റർനെ ലാമല്ല. അപ്പോൾ എന്താണ്? കുറേ സിസ്റ്റർനുകൾ ഒരുമിച്ച് അടുക്കിയ പോലെ കാണപ്പെടുന്ന ഭാഗം സിസ്റ്റർനെ ലാമല്ല. നിരവധി സിസ്റ്റർനുകൾ ഒന്നിച്ചടങ്ങിയ ലാമല്ലകൾ കാണപ്പെടുന്ന ഭാഗം ഡിക്റ്റിയോസോം. നിരവധി സിസ്റ്റർനുകൾ ഒന്നിച്ചടങ്ങിയ ലാമല്ലകൾ കാണപ്പെടുന്ന ഭാഗം ഡിക്റ്റിയോസോം. എൻസൈമുകൾ, ഹോർമോണുകൾ, ശ്ലേഷ്മം എന്നിവയെ ചെറുസ്തര സഞ്ചികളാക്കി മാറ്റുന്ന കോശാംഗങ്ങളാണ് ഗോൾഗി ബോഡീസ്. എൻസൈമുകൾ, ഹോർമോണുകൾ, ശ്ലേഷ്മം എന്നിവയെ ചെറുസ്തര സഞ്ചികളാക്കി മാറ്റുന്ന കോശാംഗങ്ങളാണ് ഗോൾഗി ബോഡീസ്. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതൽ കാണപ്പെടുന്ന കോശാംഗം ഗോൾഗി ബോഡീസ്. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതൽ കാണപ്പെടുന്ന കോശാംഗമാണ് ഗോൾഗി ബോഡീസ്. സസ്യകോശത്തിലെ ഏറ്റവും വലിയ കോശാംഗമാണ് ഫേനം. സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു പാർട്ടാണ് ഫേനം. അപ്പോൾ സസ്യകോശത്തിലെ ഏറ്റവും വലിയ കോശാംഗമാണ് ഫേനം അല്ലെങ്കിൽ വാക്യൂള്. കോശത്തിനുള്ളിലെ ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവയെ ശേഖരിച്ചു വയ്ക്കുന്ന കോശാംഗം ഫേനം. കോശത്തിനുള്ളിലെ ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവയെ ശേഖരിച്ചു വയ്ക്കുന്ന കോശാംഗമാണ് ഫേനം. ഫേനത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന പ്രത്യേക ആവരണമാണ് ടോണോപ്ലാസ്റ്റ്. അപ്പോൾ ഫേനത്തിൻ്റെ ആവരണത്തിൻ്റെ പേരെന്താണ്? ടോണോപ്ലാസ്റ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് റൈബോസോമിനെ കുറിച്ചും ഗോൾഗി ബോഡീസ് പിന്നെ ഫേനത്തിനെ കുറിച്ചുമാണ്. അപ്പോൾ റൈബോസോം എന്താണ് അറിയപ്പെടുന്നത്? കോശത്തിലെ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്നതാണ് റൈബോസോം. അടുത്തത് ഗോൾഗി ബോഡീസ്. ഗോൾഗി ബോഡീസ് എന്തായിരുന്നു? കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നതാണ് ഗോൾഗി ബോഡീസ്. പിന്നെ സസ്യകോശത്തിലെ ഏറ്റവും വലിയ കോശാംഗമാണ് ഫേനം. കോശത്തിനുള്ളിലെ ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവയെ ശേഖരിച്ചു വയ്ക്കുന്ന കോശാംഗവും ഫേനമാണ്. ഫേനത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ആവരണമാണ് ടോണോപ്ലാസ്റ്റ്.